രാജ്യത്ത് ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി ലിസ്റ്റ് പല സംസ്ഥാനങ്ങളിലും പ്രഖ്യാപിച്ചു കഴിഞ്ഞിരുന്നു. കേരളത്തിൽ 4 സീറ്റുകൾ ഒഴിച്ച് ബാക്കിയുള്ള സീറ്റുകളെല്ലാം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരുന്നു. പക്ഷേ തമിഴ്നാട്ടിൽ ഒരു സീറ്റ് പോലും പ്രഖ്യാപിച്ചില്ല. പക്ഷേ ഇന്നലെ വൈകുന്നേരം മുതൽ പുറത്തു വരുന്ന വാർത്ത തമിഴ്നാട്ടിലെ സ്ഥാനാർത്ഥി ലിസ്റ്റ് ചോർന്നു എന്നുള്ള തരത്തിൽ തന്നെയാണ്. അണ്ണാമലൈ മത്സരിക്കുമെന്ന് പറയുന്ന കോയമ്പത്തൂരിൽ അണ്ണാമലൈ മത്സരിക്കുന്നില്ല, പകരം അവിടെ A.P. മുരുകാനന്ദം മത്സരിക്കുമെന്നാണ് ഈ ലിസ്റ്റ് പറയുന്നത്. അണ്ണാമലൈ കരൂരിൽ മത്സരിക്കും എന്നുള്ളതാണ് പുതിയ വിവരം. ഒപ്പം തന്നെ ചെന്നൈ സൗത്തിൽ കഴിഞ്ഞ ദിവസം ഗവർണർ പദവി രാജിവെച്ച തമിഴിസൈ സൗന്ദരരാജൻ മത്സരിക്കും. തിരുച്ചിറപ്പള്ളിയിൽ അസീരാവനം ആചാരി മത്സരിക്കും. ചിദംബരത്തെ ടാഡ പെരിയസ്വാമി, ശിവഗംഗയിൽ M. സത്യനാഥൻ, തൂത്തുക്കുടിയിൽ കഴിഞ്ഞ ദിവസം ബി.ജെ.പിയിൽ ജോയിൻ ചെയ്ത ശരത് കുമാറിൻ്റെ അല്ലെങ്കിൽ NDAയുടെ ഭാഗമായ ശരത് കുമാറിൻ്റെ ഭാര്യ രാധിക ശരത് കുമാർ ഈ തൂത്തുക്കുടിയിൽ നിന്നും മത്സരിക്കുമെന്നാണ്. പക്ഷേ ഈ ലിസ്റ്റിനെ ബി.ജെ.പി അംഗീകരിക്കുന്നില്ല. ബി.ജെ.പിയുടെ സ്റ്റേറ്റ് യൂണിറ്റ് പറയുന്നത് ഈ ലിസ്റ്റ് വ്യാജമാണ്, ഇത് വ്യാജ പ്രചരണമാണ് എന്നാണ്. ഏതായാലും ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട്ടിൽ സന്ദർശിക്കുന്നുണ്ട്. അതിനുശേഷം ഒരുപക്ഷെ ലിസ്റ്റ് പുറത്തു വരുമായിരിക്കും. ഏതായാലും ഈ ലിസ്റ്റിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. അണ്ണാമലൈ മത്സരിക്കുമോ ഇല്ലയോ എന്നാണ് ഇവർ ഉറ്റുനോക്കുന്നത്. ഏതായാലും അണ്ണാമലൈ മത്സരിക്കുമെന്നാണ് ഈ ലിസ്റ്റ് പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് കരൂരിൽ നിന്നായിരിക്കും എന്നും പറയുന്നു. ഏതായാലും ഔദ്യോഗികമായി ട്ടുള്ള ലിസ്റ്റ് പ്രഖ്യാപനം വരുന്നതുവരെ കാത്തിരിക്കേണ്ടി വരും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.